ഭൂമിയിലെ ഏറ്റവും നിർഭാഗ്യകരമായ മരണം. മരുഭൂമിയിൽ അകപ്പെട്ടവൻ്റെ മരണം, അതിജീവനത്തിൻ്റെ അവസാന നിമിഷങ്ങൾ. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. നിങ്ങൾ ആദ്യമായി വിശാലമായ മരുഭൂമിയിലെ നടുവിലെ കിലോമീറ്ററോളം നീളമുള്ള റോഡിലൂടെ യാത്ര ചെയ്യുന്നു. ഒരു കൗതുകരമായ മണൽ പരപ്പ് കണ്ട് വണ്ടി നിർത്തുന്നു. അകലെ അതാ എന്തോ ഒഴുകുന്നത് പോലെ. ഒട്ടകപ്പുറത്തിരുന്ന് യാത്ര ചെയ്യുന്ന സംഘമാണോ? അല്ല, അതൊരു ചെറിയ അരുവിയാണോ? ചുറ്റും വലിയ മണൽ കൂനകൾ, കുന്നുകൾ പോലെ. കാണാൻ എന്ത് ഭംഗി! ഏതായാലും വണ്ടി ഇവിടെ ഉണ്ടല്ലോ. കഷ്ടിച്ച് 1/2 കിലോമീറ്റർ നടന്നൊന്ന് കാണാം, എന്നിട്ട് വരാം. കുറച്ചു നേരം നടന്നു. ഒരു ധൈര്യത്തിന് പിന്നിലോട്ട് നോക്കുന്നുണ്ട്. കാറും റോഡും വ്യക്തമായി കാണാം. പെട്ടെന്നാണൊരു ശബ്ദം. കറുത്ത മേഘങ്ങൾ പോലെ എന്തോ അന്തരീക്ഷത്തെ മൂടി. അതാ മണൽക്കാറ്റ്. ശക്തമായ കാറ്റിൽ മുഖത്തും ശരീരത്തിലും മണൽ വന്നടിക്കുന്നു. ചുറ്റും ഒന്നും കാണുന്നില്ല. ദൈവമേ, എന്താ ഇത്? സർവശക്തിയുമെടുത്ത് അഴിഞ്ഞാടി കുറച്ചു സമയത്തിന് ശേഷം കാറ്റൊന്ന് ശമിച്ചു. തൻ്റെ മുട്ടുവരെ മണൽ നിറഞ്ഞു കിടക്കുന്നു. തൊട്ടപ്പുറത്ത് നിരന്നു കിടന്ന സ്ഥലത്ത് അതാ ഒരു കുന്ന്. ചുറ്റും നോക്കി. അകലെ നേരത്തെ കണ്ട ആ മണൽ കൂനകൾ കാണുന്നില്ല. അതെവിടെ? അതെല്ലാം നിരപ്പായിരിക്കുന്നു. അകലെ ഉണ്ടായിരുന്ന റോഡും കാറും എല്ലാം കാണുന്നില്ലല്ലോ. അതൊക്കെ മണലിനടിയിലായോ? ദിശ പോലും അറിയുന്നില്ലല്ലോ. ഒരു ലക്ഷ്യവുമില്ലാതെ നിങ്ങൾ എങ്ങോട്ടോ ഓടുന്നു. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മണൽപ്പരപ്പ്, ചുട്ടുപഴുത്ത സൂര്യൻ, കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. നിങ്ങൾ ഒറ്റക്കാണ്. മരുഭൂമി മനോഹരമാണ്, പക്ഷേ അത് ലോകത്തിലെ ഏറ്റവും വലിയ ശ്മശാനം കൂടിയാണ്. ഇവിടെ ഓരോ സെക്കൻഡും നിങ്ങൾ മരണത്തോട് അടുക്കുകയാണ്. മരുഭൂമിയിലെ നിങ്ങളുടെ ആദ്യ ശത്രു ചൂടാണ്. താപനില 50 ഡിഗ്രി കടക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരം സ്വയം തണുപ്പിക്കാൻ, വിയർക്കാൻ തുടങ്ങും. പക്ഷേ മിനിറ്റുകൾക്കുള്ളിൽ ആ വിയർപ്പ് വറ്റും. ഇതാണ് ഡീഹൈഡ്രേഷൻ. വെള്ളം തീരുന്നതോടെ രക്തം കട്ടിയാകുന്നു. ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നു. മൂത്രവും കടും മഞ്ഞ നിറമാകുന്നു. നാവ് വരണ്ട് പൊട്ടുകയും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്യുന്നു. ഇത് വെറും ദാഹമല്ല, നിങ്ങളുടെ കോശങ്ങൾ ഓരോന്നായി നശിക്കുന്ന പ്രക്രിയയാണ്. അങ്ങനെ കുറച്ചു നേരത്തിന് ശേഷം ദിശ തെറ്റുന്ന നിസ്സഹായാവസ്ഥ എത്തിച്ചേരുന്നു. മണൽക്കുന്നുകൾക്കിടയിൽ പകച്ചു നിൽക്കുന്ന നിങ്ങൾ ചുറ്റും ഒരേപോലെ ഇരിക്കുന്നു. ഡിസോറിയന്റേഷൻ. മരുഭൂമിയിൽ അടയാളങ്ങളില്ല. എങ്ങോട്ട് നോക്കിയാലും ഒരേപോലെ തോന്നും. നിങ്ങൾ നേരെ നടക്കുന്നു എന്ന് കരുതുമ്പോഴും യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു വൃത്തത്തിൽ കറങ്ങുകയായിരിക്കും. ഇതിനെയാണ് മാരീചിക എന്ന് വിളിക്കുന്നത്. ദൂരെ വെള്ളം ഉണ്ടെന്ന് തോന്നും, പക്ഷേ അങ്ങോട്ട് ചെല്ലുന്തോറും മരണം നിങ്ങളെ പരിഹസിച്ച് ചിരിക്കും. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അന്തരീക്ഷം മാറി. മണൽക്കാറ്റും പ്രകൃതിയുടെ ക്രോധവും. ചക്രവാളത്തിൽ കറുത്ത മണൽ മേഘങ്ങൾ ഉയരുന്നു. കാറ്റ് ഭീകരമായി വീശുന്നു. പെട്ടെന്നാണ് ആകാശം ഇരുളുന്നതായി നിങ്ങൾക്ക് തോന്നുന്നത്. വരുന്നത് ഒരു വലിയ മണൽക്കാറ്റാണ്. നേരത്തെ വന്നതിനേക്കാൾ ഭീകരത നിറഞ്ഞ മണൽക്കാറ്റ്. കിലോമീറ്ററുകളോളം ഉയരത്തിൽ മണൽത്തരികൾ ആഞ്ഞടിക്കുന്നു. കണ്ണു തുറക്കാൻ കഴിയുന്നില്ല. ശ്വസിക്കാൻ ശ്രമിച്ചാൽ ശ്വാസകോശത്തിൽ മണൽ നിറയും. ഈ കാറ്റ് നിങ്ങളെ അന്ധനാക്കും. വഴികൾ മായ്ച്ചു കളയും. അങ്ങനെ ഏന്തി വലിഞ്ഞ് നിങ്ങൾ ഒരു സ്ഥലത്തെത്തിച്ചേരുന്നു. വിഷജീവികളുടെ സാന്നിധ്യം. രാത്രിയാകുമ്പോൾ മരുഭൂമി തണുക്കുന്നു. നിങ്ങൾക്ക് കുറച്ച് ആശ്വാസം തോന്നുന്നു. പക്ഷേ ഭീതി ഒഴിയുന്നില്ല. മണലിനടിയിൽ ഒളിച്ചിരിക്കുന്ന വേട്ടക്കാർ പുറത്തിറങ്ങുന്ന സമയമാണിത്. വിഷപ്പാമ്പുകളും തേളുകളും ഒരു ചെറിയ കടിമതി. സഹായമെത്താത്ത ആ മണലാരണ്യത്തിൽ നിങ്ങളുടെ കഥ അവസാനിക്കാൻ. വേദന കൊണ്ടുള്ള പുളച്ചിൽ നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കും. പക്ഷേ എങ്ങനെയോ നിങ്ങൾ അവയിൽ നിന്നും രക്ഷപ്പെടുന്നു. മാനസികമായ തളർച്ച. നിങ്ങൾ ഒറ്റക്ക് മണലിൽ ഇരുന്നു സംസാരിക്കുന്നു. വെറുതെ ചിരിക്കുന്നു. ഭയം നിറഞ്ഞ കണ്ണുകൾ. ഇടയ്ക്ക് മണൽ വാരി തിന്നുന്നുണ്ട്. ഭയാനകരമായ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ്. ആ പഴയ നിങ്ങൾ അല്ല ഇപ്പോൾ. ഈ സമയത്ത് ശരീരത്തേക്കാൾ വേഗത്തിൽ മനസ്സ് തളരും. ഒറ്റപ്പെടലിന്റെ ഭീകരത പ്രപഞ്ചിന്തകൾക്ക് കാരണമാകും. ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കും. ഇല്ലാത്ത മനുഷ്യരെ കാണും. ഇതിനെയാണ് ഡെസേർട്ട് സൈക്കോസിസ് എന്ന് പറയുന്നത്. മരിക്കാൻ പോവുകയാണെന്ന തിരിച്ചറിവ് മനുഷ്യനെ മാനസികമായി തകർക്കും. അവസാനം അവയവങ്ങൾ ഓരോന്നായി പ്രവർത്തനം നിർത്തുന്നു. ഹീറ്റ് സ്ട്രോക്ക് മൂലം മസ്തിഷ്കം തളരുന്നു. നിങ്ങൾ മണലിന്റെ തണുപ്പിലേക്ക് ആണ്ടുപോകുന്നു. ഇനി ഒരിക്കലും ഉണരാത്ത അവസാനത്തെ ബോധക്ഷയം. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവിടെ വെയിൽ ഉദിക്കുമ്പോൾ ഒരു അസ്ഥികൂടം. ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കില്ല, നിങ്ങളുടെ അസ്ഥികൂടമാണത്. AC-യുടെ തണുപ്പിൽ ഉറങ്ങിയും കൂട്ടുകാരായി തമാശ പറഞ്ഞും റെസ്റ്റോറൻറ്റിൽ പോയി രുചികരമായ ഭക്ഷണം കഴിച്ചും ശീതളപാനീയങ്ങൾ കുടിച്ചും അവധി ദിവസങ്ങളിൽ ഫാമിലിയായി വിനോദസഞ്ചാര മേഖലകൾ സന്ദർശിച്ചും കറങ്ങിയും ആസ്വദിച്ച് നടന്ന നിങ്ങൾ പ്രകൃതിയുടെ ഒരു നിമിഷത്തെ വികൃതിയിൽ പാളിപ്പോയ നിമിഷത്തിന് ശേഷം അസ്ഥികൂടമായി കൊടും വെയിലത്ത് മരുഭൂമിയിലെ മണലിന് സമമായി ആരോരുമില്ലാതെ കിടക്കുകയാണ്. പ്രകൃതിക്ക് മുമ്പിൽ മനുഷ്യൻ എത്ര നിസ്സാരനാണെന്നതിന്റെ തെളിവ്. മരുഭൂമി നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നാണ്: ജീവന്റെ വില. ഒരു തുള്ളി വെള്ളത്തിന്റെയും ഒരു തണലിന്റെയും വില. ഈ ക്രൂരമായ സൗന്ദര്യത്തെ ഭയപ്പെടുക, ആദരിക്കുക. കാരണം ഇവിടെ അതിജീവനം ഒരു ഭാഗ്യം മാത്രമാണ്. മുൻകരുതലും സൂക്ഷ്മതയുമാണ് ഏറ്റവും വലിയ പ്രതിരോധം. എല്ലാത്തിനെയും ആദരിക്കുക, എന്നാൽ എല്ലാത്തിൽ നിന്നും സുരക്ഷിതരായിരിക്കുക. റെസ്പെക്ട് നേച്ചർ. സ്റ്റേ സേഫ്.